സ്വാഗതം. ഇന്ന് നമ്മൾ കലിയുഗത്തെക്കുറിച്ചും ആ യുഗത്തിലെ ഒരു പ്രത്യേക രക്ഷാമാർഗത്തെക്കുറിച്ചുമാണ് സംസാരിക്കുന്നത്. അതെ, കലിയുഗം എന്ന് കേൾക്കുമ്പോഴേ പലർക്കും എന്താ പറയാ, ഒരു നെഗറ്റീവ് ഫീലാണ് വരാറല്ലേ? ശരിയാണ്. നമ്മുടെ കയ്യിലുള്ള ഈ സ്രോതസ്സിലും പറയുന്നുണ്ട് ഇത് ദോഷങ്ങളുടെ ഒരു സമുദ്രമാണെന്ന്. കലിയുഗത്തിന്റെ രക്ഷാമാർഗം ഹരേ കൃഷ്ണ ജപം എന്നതിൽ നിന്നുള്ള ഭാഗമാണ് നമ്മൾ നോക്കുന്നത്. അതെ, ദോഷനിധി എന്നാണ് പറയുന്നത്. അതായത് കുറവുകൾ, പ്രശ്നങ്ങൾ, അതൊക്കെ ധാരാളമുള്ള ഒരു യുഗം. പക്ഷേ കാര്യങ്ങൾ രസകരമാവുന്നതിവിടെയാണ്. ഇത്രയേറെ ദോഷങ്ങൾ ഉണ്ടെന്ന് സമ്മതിക്കുമ്പോഴും ഈ യുഗത്തിന് ഒരു പ്രത്യേക ഗുണമുണ്ടെന്നും ഈ സ്രോതസ് പറയുന്നു. എന്താണത്? അതാണ് പ്രധാനം. അതിനൊരു ശ്ലോകം ഇവിടെ ഉദ്ധരിക്കുന്നുണ്ട്. ഞാനൊന്ന് വായിക്കാം. തീർച്ചയായും. കലേർ ദോഷനിധേ രാജൻ അസ്തിഹേഗോ മഹാൻ ഗുണഃ കീർത്തനാദേവ കൃഷ്ണസ്യ മുക്തസംഗഃ പരം വ്രജേത്. ഇതിന്റെ അർത്ഥമെന്താണ് ലളിതമായി പറഞ്ഞാൽ? അതായത്, ഹേ രാജാവേ, ഈ കലിയുഗം അത് ദോഷങ്ങളുടെ ഒരു കൂമ്പാരം തന്നെയാണ്, സമ്മതിച്ചു. പക്ഷേ ഒരു വലിയ ഗുണമുണ്ട്. എന്താണത്? കൃഷ്ണന്റെ തിരുനാമം കീർത്തനം ചെയ്യുന്നതിലൂടെ മാത്രം. ശ്രദ്ധിക്കണം, മാത്രമെന്ന് പറയുന്നു. ഓഹോ. കൃഷ്ണസ്യ കീർത്തനാദേവ, ഭൗതിക ബന്ധനങ്ങളിൽ നിന്ന് പൂർണ്ണമായി മുക്തനായിട്ട്, മുക്തസംഗഹായിട്ട് പരമപദം പ്രാപിക്കാൻ സാധിക്കും. പരം വ്രജേത്. അപ്പോ ഗുരുവായൂരപ്പന്റെയൊക്കെ നാമം ജപിക്കുന്നതുപോലെ ആ ഒരു നാമകീർത്തനം മാത്രം മതി ഈ യുഗത്തിലെ ദോഷങ്ങളെയെല്ലാം മറികടക്കാൻ എന്നാണോ ഈ ശ്ലോകം പറയുന്നത്? അതെ, ഈ ശ്ലോകവും അതിന്റെ വ്യാഖ്യാനവും ഊന്നിപ്പറയുന്നത് അതാണ്. വ്യാഖ്യാനത്തിൽ പറയുന്നുണ്ട്, ഈ യുഗത്തിൽ എണ്ണമറ്റ കുറവുകളുണ്ട്, ശരിയാണ്. പക്ഷേ ഈ തിളക്കമുള്ള ആത്മീയ ഗുണം, അതായത് ഭഗവാന്റെ നാമകീർത്തനം, അതിന് ഈ കാലഘട്ടത്തിലെ എല്ലാ മാലിന്യങ്ങളെയും കഴുകിക്കളയാൻ ശക്തിയുണ്ട് എന്ന്. എല്ലാ മാലിന്യങ്ങളെയും? അതെ, പ്രത്യേകിച്ച് ഹരേ കൃഷ്ണ മഹാമന്ത്രം, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഇതിന്റെ ജപത്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. ഓക്കേ. ഈ അധപ്പതിച്ച യുഗത്തിൽ ഈ നാമജപത്തിന്റെ ശക്തിയെ കുറച്ചു കാണരുതെന്നും പറയുന്നു. കാരണം മറ്റു യുഗങ്ങളിലെ പോലെ വലിയ യാഗങ്ങളോ കഠിനമായ തപസ്സുകളോ അതൊന്നും ഒരു സാധാരണക്കാരന് ഈ കാലത്ത് പ്രായോഗികമല്ല, അല്ലേ? ശരിയാണ്, അത് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോ ഭഗവാൻ തന്നെ നൽകിയ ഒരു ലളിതമായ മാർഗമാണിതെന്നാണ് വ്യാഖ്യാനം സൂചിപ്പിക്കുന്നത്. ഇത് ശരിക്കും ശ്രദ്ധേയമാണ്. അപ്പോ ഏറ്റവും ദോഷങ്ങൾ നിറഞ്ഞ ഒരു കാലത്തും ഇത്ര ലളിതമായ എന്നാൽ ശക്തമായ ഒരു വഴി മുന്നിലുണ്ട് എന്നാണോ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്? കൃത്യമായി പറഞ്ഞാൽ അതെ. അതാണിതിലെ പ്രധാന ആശയം. പുറമേ നോക്കുമ്പോൾ വളരെ പ്രശ്നങ്ങൾ നിറഞ്ഞ സങ്കീർണമായ ഒരു കാലം. അതെ, ലക്ഷ്യം തന്നെ നൽകാൻ കഴിയുമെന്നാണ് ഈ സ്രോതസ് പറയുന്നത്. അതെ, പരം വ്രജേത്, പരമപദത്തിലേക്ക് പോകാം എന്നാണ് ശ്ലോകം പറയുന്നത്. മുക്തസംഗഃ, എല്ലാ ഭൗതിക ബന്ധനങ്ങളും വിട്ടുമാറുമെന്നും. കൊള്ളാം. അപ്പോ ഇന്ന് നമ്മൾ കേട്ടത് കലിയുഗത്തിന്റെ ഒരു ചിത്രം, അതിലെ ദോഷങ്ങൾ, പക്ഷെ അതിനെയെല്ലാം മറികടക്കാൻ നാമകീർത്തനമെന്ന ഒരൊറ്റ മാർഗം മതിയെന്നുള്ള ഈ സ്രോതസ്സിലെ വാദമാണ്. ശരിയാണ്. ഒരു പ്രത്യേക പ്രവൃത്തിക്ക്, നാമം ജപിക്കുക എന്നതിന്, ഒരു യുഗത്തിന്റെ മുഴുവൻ ദോഷങ്ങളെയും അതിജീവിക്കാൻ കഴിയുമെന്ന് പറയുന്നത്, അത് തീർച്ചയായും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോ നിങ്ങൾക്കായി ഒരു ചിന്ത. ഈ സ്രോതസ് അനുസരിച്ച് നാമകീർത്തനം പോലെ ലളിതമായ ഒന്നിന് ഇത്രയധികം പ്രാധാന്യവും മോക്ഷം നൽകാനുള്ള ശക്തിയും കൽപ്പിക്കുമ്പോൾ അത് വ്യക്തിപരമായ വിശ്വാസത്തിനും ഭഗവാനോടുള്ള നമ്മുടെ സമർപ്പണത്തിനും എത്രത്തോളം വലിയ സ്ഥാനമാണ് നൽകുന്നത്, ഇതൊന്ന് ആലോചിച്ചു നോക്കാവുന്നതാണ്.